എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ വേറൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊക്കെ നേരത്തെ ഞാൻ ടച്ച് ചെയ്ത് പോയതാണ്. ഓരോ വീഡിയോയിലും ഞാൻ പറഞ്ഞില്ല, തിരിച്ചും തിരിച്ചും ഇതിനെക്കുറിച്ച് തന്നെ നമ്മൾ വേറെ പല കണ്ണോട്ടത്തിൽ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പം അതിൽ ഇന്നത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത് വർത്തമാനകാലത്തിൽ ജീവിക്കുന്നത്, അതായത് ലിവ് ഇൻ ദ പ്രസൻറ്റ് മോമെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ. അതായത് വേർഡ്സ്, വാക്കുകൾ എങ്ങനെ ഇരുന്നാലും ശരി, വാക്യങ്ങൾ എങ്ങനെ ഇരുന്നാലും ശരി, അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിലെയോ ആവട്ടെ, നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള അർത്ഥം മനസ്സിലാവും. നമുക്ക് അത്രയേ ഉള്ളൂ. അത് തമിഴിലാണെങ്കിലും ശരി, ഹിന്ദിയിലാണെങ്കിലും ശരി, ഏതേത് ഭാഷയിൽ നല്ലതുണ്ടോ അതെല്ലാം നമുക്ക് വേണം, നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ടൈറ്റിൽ എനിക്ക് ഇടാൻ എളുപ്പത്തിൽ വരുന്നത് ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മോമെൻറ്റ്. ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൂമെൻറ്റ് എന്ന് ഞാൻ ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോഴാണ് അവർ പറഞ്ഞത് വർത്തമാന നിമിഷത്തിൽ. മൊമെൻറ്റ് എന്ന് പറയുന്നത് നിമിഷം, അതുകൊണ്ടാണ് അവർ വർത്തമാന നിമിഷത്തിൽ ജീവിക്കണമെന്ന്. അതൊക്കെ പറഞ്ഞാൽ ശരിയാവത്തില്ല. അതായത് വർത്തമാന കാലത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളത്. അപ്പം ഇതിനെക്കുറിച്ച് നേരത്തെ ഞാൻ ടച്ച് ചെയ്ത് പോയത് ഏത് ടോപ്പിക്കിലാണ്? മൈൻഡ്ഫുൾനെസ് അവയർനെസ് അല്ലയോ? അപ്പം അതിനെക്കുറിച്ചാണ് കുറച്ചും കൂടെ വേറൊരു കണ്ണോട്ടത്തിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞത്. ഇതിൽ നമുക്ക് അടുത്തടുത്ത് വരുന്ന വീഡിയോകളിൽ നമ്മൾ കർമ്മയെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. കർമ്മ എന്ന് വെച്ചാൽ എന്തുവാ, കർമ്മയോഗി എന്ന് വെച്ചാൽ എന്തുവാ, ഓരോ സോൾ ഡെവലപ്മെൻറ്റ്സിനും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെയാണ് അവർക്ക് ചെയ്യേണ്ടത്, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒട്ടുമൊത്ത മഹാന്കളും പറഞ്ഞിട്ടുള്ള ഒരു സത്യമാണ്, നമ്മളുടെ ഈ പർപ്പസ് ഓഫ് ലൈഫ്, നമ്മളുടെ ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്തുവാ എന്ന് നമ്മൾ ചോദിച്ചല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു. നമുക്ക് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ചിന്തിച്ച് വെച്ചതൊന്നും പോരാ. എന്നുവെച്ചാൽ ഒരുപാട് വേറെ പല ആംഗിളുകളിൽ നമുക്ക് നോക്കണം. ഓക്കെ, അങ്ങനെ നോക്കുമ്പം എല്ലാവരും ഈ വലിയ മഹാന്കളെല്ലാം പറയുന്ന ഒറ്റ കാര്യം എന്തുവാണോ, നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ്, നമ്മൾ ഈ ജീവിതത്തിൽ വന്നത് ഓരോരുത്തരും ഓരോ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്തുവാണോ, ടു ലിവ് എ ഹാപ്പി ലൈഫ്, ടു ലീഡ് എ ഹാപ്പി ലൈഫ്. അതായത് സ്പിരിച്വാലിറ്റിയിൽ വന്നാൽ നമുക്ക് ഈ സുഖ ദുഃഖം എന്നുള്ള വ്യത്യാസങ്ങളൊന്നും വേണ്ട. എപ്പോഴുമേ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. അങ്ങനെയാണ് അവർ പറയുന്നത്. നമുക്ക് 365 ദിവസം അല്ലെങ്കിൽ 24/7 അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും ചിലപ്പം നല്ല ഹൈ മൂഡിലായിരിക്കും, ചിലപ്പം വളരെ ലോ പ്രൊഫൈലായിരിക്കും. ലോ പ്രൊഫൈൽ എന്ന് വെച്ചാൽ മാനസികമായിട്ട് തളർന്നിരിക്കും, ദേഹരീതിയിൽ തളർന്നിരിക്കും, ഒരു ശക്തിയില്ല, ഒരു ഉന്മേഷമില്ല, ഭയങ്കര ഡള്ളായിട്ടിരിക്കും ചില ദിവസങ്ങളിൽ. ചില ദിവസം നല്ല ഹാപ്പിയാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന് പല കാര്യങ്ങളുണ്ട്. നമ്മൾ ചില ദിവസം സന്തോഷമായിട്ടിരിക്കുന്നതിനും കാരണകാര്യമില്ലാതെ സന്തോഷമായിട്ടിരിക്കുന്നതിനും, ചില ദിവസങ്ങളിൽ കാരണകാര്യമില്ലാതെ നമ്മൾ ഡള്ളായിട്ടിരിക്കുന്നതിനും, ദുഃഖമെന്ന് പറയേണ്ട കാര്യമില്ല, ഡള്ളായിട്ട് വളരെ ലോ പ്രൊഫൈലിൽ ഇരിക്കുന്നതിനും പല കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്ത കർമ്മ, അന്നത്തെ ദിവസത്തിൻ്റെ ഇഫക്റ്റ്, ഈ പഞ്ചഭൂതങ്ങളുടെ ഇഫക്റ്റ്, നവഗ്രഹങ്ങളുടെ ഇഫക്റ്റ് വളരെ തുല്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഈ അപ്സ് ആൻഡ് ഡൗൺസ് എന്തൊക്കെ വന്നാലും നമ്മൾ എങ്ങനെ ഇരിക്കണമെന്നാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് നേരത്തെ. അതായത് വാച്ചിങ് മോഡ്, വിറ്റ്നസ് മോഡിൽ ഇരിക്കണം, ഇല്ല?
എപ്പോഴും മൈൻഡ്ഫുള്ളായിട്ടിരിക്കണം, അവയർനെസ്സോടെ ജീവിക്കണം. അതായത് ഓരോ നിമിഷവും ക്ഷണത്തിന് ക്ഷണം, അങ്ങനെയാണ് ബുദ്ധർ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മളുടെ ഈ നഴ്സറി റൈമിൽ നേരത്തെ കണ്ടത്. വർക്ക് വൈൽ യു വർക്ക്, പ്ലേ വൈൽ യു പ്ലേ. ദാറ്റ് ഈസ് ദ വേ ടു ബി ഹാപ്പി ആൻഡ് ഗേ. ഹാപ്പി ആൻഡ് ഗേ എന്ന് വെച്ചാൽ ഹാപ്പി ആയിട്ടിരിക്കാൻ അതാണ് ഒരു വഴി. അത് നഴ്സറി റൈമിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. അപ്പം ഗൗതമ ബുദ്ധായും പറയുന്നത് അങ്ങനെ. അതായത് നീ കഴിക്കുമ്പോൾ കഴിക്കുന്നത് മാത്രത്തിനെ കുറിച്ച് ചിന്തിക്കുക. മൈൻഡ്ഫുൾനെസ്, അവയർനെസ്. ഇപ്പൊ മൈൻഡ്ഫുൾനെസ് അവയർനെസ്സിന് ഇനിയൊരു ഡെഫിനിഷൻ പറഞ്ഞു. അതെന്തുവാ? എവിടെ നമ്മുടെ ദേഹവും മനസ്സും ഒന്നിലിരിക്കുന്നോ അതാണ് മൈൻഡ്ഫുൾനെസ്. അപ്പം കഴിക്കുമ്പം കഴിക്കുന്നതിലേ ചിന്ത. ഞാൻ ഫുഡ് വരെ വന്നു, കയ്യിലെടുക്കുന്നു, വായിലിടുന്നു, കഴിക്കുന്നു, ചവയ്ക്കുന്നു, ഇറക്കുന്നു, വിഴുങ്ങുന്നു. അത്രയ്ക്ക് അവയർനെസ്സോടെ നമ്മൾ ചെയ്യണം. നടക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. നമ്മൾ നടക്കുമ്പം മോർണിംഗ് വാക്ക് പോകുമ്പോഴായിരിക്കും 108 ചിന്തകൾ വരുന്നത്. അന്നത്തെ ഡേയുടെ പ്ലാനിങ് മൊത്തം അപ്പോഴായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷേ വലിയവർ പറഞ്ഞിട്ടുള്ളത് അതൊന്നുമല്ല. മഹാന്മാർ പറഞ്ഞിട്ടുള്ളതൊക്കെ വേറെ രീതിയിലാണ്. അപ്പം നമ്മളും ഇതൊക്കെ അറിഞ്ഞ്, നമുക്കിതൊക്കെ പുതിയ അറിവുകളാണ്. അപ്പം ഇതൊക്കെ അറിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് മഹാന്കളെ സംബന്ധിച്ചവരെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, എപ്പോഴും വിറ്റ്നസ് മോഡിലേ ഇരിക്കണം. സന്തോഷം വരുമ്പം, നല്ലത് നടക്കുമ്പം അളവിന് മീറി സന്തോഷിക്കുകയും വേണ്ട. ചില ചീത്തകൾ വരുമ്പം അളവിന് മീറി ഡൗൺ ആവണ്ട, ദുഃഖിക്കണ്ട. എല്ലാത്തിനെയും ഒരു വിറ്റ്നസ് മോഡിൽ ഇരിക്കുക. വിറ്റ്നസ് മോഡിൽ ഇരിക്കുമ്പം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, നമ്മൾ ഈ വർത്തമാന കാലത്തിൽ, അതായത് പ്രസന്റ് ടെൻസ്, ഈ സമയത്ത് ഇപ്പം നടക്കുന്നതിൽ മാത്രമേ നമുക്ക് ചിന്ത വരത്തുള്ളൂ. കഴിഞ്ഞ കാലത്തിനെ കുറിച്ചൊന്നും നമ്മൾ വ്യാകുലപ്പെടണ്ട, മനപ്രയാസപ്പെടണ്ട. എന്ന് വെച്ചാൽ പാസ്റ്റ് ഈസ് പാസ്റ്റ്. നടന്നു പോയി. അത് നമ്മൾ തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്തിരിക്കാം, നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ വേണമെന്ന് വെച്ചല്ല, തെറ്റ് ചെയ്യാനല്ല ഈ ജന്മം എടുത്തേ. പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ കുറെ പാഠങ്ങൾ പഠിക്കാനല്ലേ വന്നേ. അതുകൊണ്ട് പല തെറ്റുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേസമയം അതിനെന്ന് വിചാരിച്ച് നമ്മളടുത്ത് ഡോണ്ട് ബി ഹാർഡ് ഓൺ യുവർ സെൽഫ്. ഹാർഡ് ഓൺ യുവർ സെൽഫ് എന്ന് വെച്ചാൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യരുത്. ഇന്നലത്തെ വീഡിയോയിലാണ് നമ്മളത് കണ്ടത്. നമ്മളെ കുറ്റപ്പെടുത്തരുത്. നോ ഗിൽറ്റി ഫീലിംഗ്. കുറ്റപ്പെടുത്തി നമ്മൾ സാധിക്കാനൊന്നും പോകുന്നില്ല. ഓക്കെ, അതിനെക്കാട്ടിലും നമ്മളെ തന്നെ നമ്മൾ ക്ഷമിക്കുക, കെട്ടതെല്ലാം മറക്കുക, അതിലുള്ള പാഠങ്ങളെല്ലാം പഠിക്കുക. അപ്പം ഇങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പം നമ്മൾ ഈ ഓരോ ക്ഷണത്തിന് ക്ഷണം, ഓരോ മൊമെന്റിന് മൊമെന്റ്, ഓരോ സെക്കൻഡിന് സെക്കൻഡ്, ഓരോ മിനിറ്റിന് മിനിറ്റ്, ഓരോ നിമിഷത്തിന് നിമിഷം നമ്മൾ അവയർനെസ്സോടെ ജീവിച്ചാൽ നമുക്ക് കർമ്മയേ ഇല്ലെന്നാണ് പറയുന്നത്. ആര് മൈൻഡ്ഫുള്ളോടെ ജീവിക്കുന്നോ, ആര് ഈ പ്രസന്റൻസിൽ മാത്രം, ഈ വർത്തമാന കാലത്തിൽ മാത്രം ജീവിക്കുന്നോ, അവർക്ക് കർമ്മയുടെ ബാധിപ്പില്ല. അതെന്താ അവർക്ക് മാത്രം കർമ്മയുടെ ബാധിപ്പില്ല? നമ്മൾ മേലോട്ടമായിട്ട് നോക്കുമ്പം അതെങ്ങനെ അവർക്ക് മാത്രം കർമ്മയുടെ ബാധിപ്പില്ല എന്ന് വെച്ചാൽ, കുറച്ചുകൂടെ ഡീപ്പായിട്ട് ആഴത്തിൽ ചിന്തിച്ചാൽ, നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ ഇരിക്കുമ്പം ഓരോ കാര്യവും നമ്മൾ ആലോചിച്ചാണ് ചെയ്യുന്നെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യാൻ പോകുന്നില്ല. അതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. അതിൻ്റെ എസൻസ് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ തെറ്റേ ചെയ്യത്തില്ല. നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ബാഡ് കർമ്മയുടെ ക്വസ്റ്റ്യനേ വരുന്നില്ലല്ലോ. അവിടെ ഒരു നെഗറ്റീവ് കർമ്മ എന്നുള്ള ഒരു ചോദ്യമേ അവിടെ ഉദിക്കുന്നില്ല. മനസ്സിലായോ? അതാണ് ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോ വറി നോ ഹറി. നോ വറി നോ ഹറി എന്ന് വെച്ചാൽ ഒന്നിനെ കുറിച്ചും ദുഃഖിക്കണ്ട. പടപടപടയെന്ന് ഇപ്പം തന്നെ എല്ലാം സാധിക്കണം, ഉടനെ ചെയ്യണം, ഉടനെ മുക്തി കിട്ടണം, അങ്ങനെയും നമ്മൾ വിചാരിക്കണ്ട. നമ്മൾ ഓരോ ജന്മം എടുക്കുന്നതും പല പാഠങ്ങൾ പഠിച്ച് മുന്നേറാനാണ്. അപ്പം ഓരോ കാര്യത്തിനും എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ ഇതുവരെ,
അതിനെല്ലാം ഒരു കാരണമുണ്ട്. അത് നമ്മളുടെ സോൾ പ്ലാനിങ് ആയിരിക്കാം, നമ്മളുടെ നെഗറ്റീവ് കർമ്മ ആയിരിക്കാം, പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പം എല്ലാം നടക്കുന്നത് ഒരു ഒരു കാരണ കാര്യത്തിലാണ്. അപ്പം ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ കുറിച്ച് പറയുമ്പോഴേ കാരണകാര്യ നിർമുക്ത എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും നടക്കുന്നതിനും ഒരു കാരണമുണ്ട്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ എത്ര പേര് കടന്നു വന്നു, നമ്മളെ എത്ര പേര് സന്തോഷിപ്പിച്ചു, നമ്മളെ എത്ര പേര് സഹായിച്ചു, നമ്മളെ എത്ര പേര് കുത്തി നോവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതെല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഓരോ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിനും കാരണമുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ കാരണ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകാതെ ഇരിക്കാം. നമുക്കും പിടികിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് നമ്മൾ ഒരു തീർമാനത്തിൽ എത്തരുത്. അതായത് ഇപ്പൊ പാസ്റ്റിൽ നടന്നതിനെ ഇപ്പൊ പ്രസന്റിൽ ഇപ്പൊ നമ്മളുടെ മെന്റൽ മെച്യൂരിറ്റിയിൽ നോക്കുമ്പം നമുക്ക് വളരെ സില്ലി ആയിട്ട് തോന്നും. ഞാനാണോ ഇങ്ങനെ പെരുമാറിയത് എന്നുവെച്ചാൽ ഇപ്പം നമുക്ക് 2 മാസത്തിന് മുമ്പേ ഉള്ളതിനെക്കാട്ടിലും നമ്മൾക്ക് ഇപ്പം അറിവ് മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി വേറെയാണ്, സ്പിരിച്വാലിറ്റിയാണ്, ആത്മീയതയാണ്, മുക്തി നേടാനുള്ള മാർഗങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഉള്ളപ്പം നമ്മൾ ഇനി പഴയതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇനി എന്ത് നടക്കുമെന്ന് അതിനെക്കുറിച്ച് നോ വറി എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് മനപ്രയാസപ്പെടരുത്. അയ്യോ നാളെ എൻ്റെ മോന് ജോലി കിട്ടുമോ, അല്ലെങ്കിൽ ഇത് കിട്ടുമോ, അല്ലെങ്കിൽ എൻ്റെ മോക്ക് എങ്ങനത്തെ കല്യാണമായിരിക്കും, അല്ലെങ്കിൽ നാളെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എങ്ങനെ ആയിരിക്കും, എൻ്റെ ബോസിൻ്റെ മൂഡ് എങ്ങനെ ആയിരിക്കും. സദാ സർവകാലവും ഇങ്ങനെ പഴയതിനെക്കുറിച്ച് ചിന്തിച്ച് പുതിയതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ട് മനപ്രയാസപ്പെട്ട് ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം പോകുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും ദിവസം നമ്മുടെ ജീവിതത്തിനെ ജീവിക്കാൻ മറന്ന് തുലച്ചത്. നമ്മളുടെ ജീവിതത്തിനെ ജീവിക്കാൻ മറന്നു. ഈ 2 കാര്യത്തിലും ചിന്തിച്ച് പഴയതിനെയും വരാൻ പോകുന്നതിനെയും. അതുകൊണ്ട് എന്തുവാ, ഈ വർത്തമാന കാലത്തിൽ ഈ പ്രസന്റ് ടെൻസില് നമ്മൾ ജീവിക്കുന്നില്ല. അങ്ങനെ ഉള്ളവർക്ക് അപ്പൊ എന്ത് കൂടും? കർമ്മ കൂടും. നമ്മൾ ഈ പ്രസന്റില് ഇപ്പം ഞാനൊരു വാക്ക് സംസാരിക്കുന്നു, അത് എന്തുവാ ഞാൻ സംസാരിക്കണ്ടേന്നുള്ളത് നിയന്ത്രിച്ച് സംസാരിച്ചാൽ അതിൽ കെട്ടകർമ്മ ഒന്നും വരാൻ പോകുന്നില്ല. അപ്പൊ എനിക്ക് കെട്ടകർമ്മയുടെ ഇഫക്റ്റ് കുറയും. ഇനി എൻ്റെ സഞ്ചിത കർമ്മയിൽ കെട്ടകർമ്മ ഇട്ടിട്ട് ഭാരം കൂട്ടേണ്ട കാര്യമേ ഇല്ല. അപ്പം എല്ലാത്തിലും ഒരു സാവധാനം വേണം. ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫ്, അതായത് ഇപ്പം നമ്മൾ സാധാരണ ജീവിതം ജീവിക്കുന്നതിനും ഈ ആത്മീയതയിലുള്ള ജീവിതം ജീവിക്കുന്നതിനും വലിയ വ്യത്യാസമുണ്ട്. അവിടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഈ ജീവിതത്തിൽ ഭൗതിക ജീവിതം ജീവിക്കുമ്പം ഓട്ടമാണ്. ഓട്ടം അത് വേണം, ഇത് വേണം, സദാ പരന്ന്. പക്ഷേ ഈ ആത്മീയതയിൽ വരുമ്പം അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. എല്ലാം സമാധാനം, എല്ലാം സാവധാനം. എന്നുവെച്ചാൽ നമുക്കറിയാം ഇത് ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പം ഈ വർത്തമാന കാലത്തിൽ ജീവിക്കണം. വർത്തമാന കാലത്തിൽ തന്നെ നമ്മൾ ജീവിച്ച് മൈൻഡ്ഫുളിനോട് അവയർനെസ്സോട് നമ്മൾ ജീവിക്കുമ്പം നമുക്ക് ഒരു നെഗറ്റീവ് കർമ്മയും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല. നമ്മൾ നെഗറ്റീവ് കർമ്മ ഉണ്ടാക്കുന്നില്ല, പിന്നല്ലേ അതിൻ്റെ ബാധിപ്പ്. നമ്മൾ നെഗറ്റീവ് കർമ്മയെ ഉണ്ടാക്കുന്നില്ല. അത്രയ്ക്ക് സൂക്ഷിച്ചാണ് നമ്മൾ ഓരോ വിഷയവും കൈകാര്യം ചെയ്യുന്നത്. ഓരോ വാക്കും, ഓരോ ചിന്തയും, ഓരോ പ്രവൃത്തിയും നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ച് ചെയ്യുമ്പം നമുക്ക് കെട്ടകർമ്മ എന്നുള്ള ഒരു ചോദ്യമേ അവിടെ ഇല്ല. അപ്പം നമ്മൾ ഒരു പെർഫെക്റ്റ് കർമ്മയോഗിയായിട്ടാണ് നമ്മൾക്ക് ജീവിക്കാൻ പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇതിലെ ഒരേ ഒരു കാര്യം, പ്രസന്റ് ടെൻസിൽ നമ്മൾ ജീവിക്കുക, വർത്തമാന കാലത്തിൽ നമ്മൾ ജീവിക്കുമ്പം
നമുക്ക് ഒരേ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. പാസ്റ്റ് ടെൻസും വേണ്ട, ഫ്യൂച്ചർ ടെൻസും വേണ്ട. പ്രസന്റ് ടെൻസിൽ ജീവിക്കുമ്പം നമ്മൾ സമയം കളയരുത്. ഒരു നിമിഷം പോലും നമ്മൾ സമയം വേസ്റ്റ് ആക്കരുത്. ഒരു 10 നിമിഷം കിട്ടിയാൽ കണ്ണടച്ച് മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യാൻ ഇഷ്ടമില്ലയോ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള മനസ്സില്ലയോ, ഇന്ന് അതിനുള്ള മൂഡില്ലയോ, വേണ്ട. കണ്ണടച്ച് സമാധാനമായിട്ട് കണ്ണടച്ചിരിക്കുക. മെഡിറ്റേഷൻ ചെയ്തില്ലെങ്കിലും സാരമില്ല. മൗനം, കണ്ണടച്ച് വായടച്ച് നമ്മളുടെ ലോകത്തിൽ ഇങ്ങനെ ചിന്തിക്കുക. നമ്മളുടെ ഇൻട്രോസ്പെക്ഷൻ ചെയ്യുക. നമ്മളുടെ കാര്യങ്ങൾ വരും വരാഴിക എന്തൊക്കെയാ, നമ്മൾ ചെയ്ത തെറ്റുകൾ എന്തുവാ, ഇനി അതൊക്കെ എങ്ങനെ മാറ്റാം, അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഒരു നിമിഷം പോലും വേസ്റ്റ് ആകാതെ ഇരുന്നാൽ നമ്മൾ തന്നെയാണ് കർമ്മയോഗിയായിട്ട് മാറുന്നത്. അപ്പം നല്ല ഒരു കർമ്മയോഗിയായിട്ട് മാറാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ വർത്തമാനകാലത്തിൽ, ഈ പ്രസന്റ് ടെൻസില് നമ്മൾ ജീവിക്കണം. ഇത് തന്നെയാണ് വേറെ ഒരു വീഡിയോയിൽ ഞാൻ മൈൻഡ്ഫുൾനെസ്സും അവയർനെസ്സും എന്ന് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് തന്നെ വീണ്ടും ഞാൻ പറയും, പക്ഷെ അത് വേറൊരു കണ്ണോട്ടം. പക്ഷേ എല്ലാ മഹാന്മാരും പറഞ്ഞ പോലെ നമ്മൾ ഇനി പഴയത് ചിന്തിച്ച് മനപ്രയാസപ്പെടാതെ, ഇനി ഫ്യൂച്ചറിനെ ചിന്തിച്ച് ടെൻഷൻ അടിക്കാതെ പ്രസന്റ് ടെൻസിൽ ജീവിക്കുക. ലിവിങ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്, വർത്തമാനകാലത്തിൽ ജീവിച്ച് കർമ്മക്കളെ പുതിയതായിട്ട് ഉണ്ടാക്കാതെ സന്തോഷമായിട്ട് ജീവിക്കണം. പക്ഷേ ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കരുത്. വേസ്റ്റ് ആക്കരുതെന്ന് വെച്ചാൽ, വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റവരെ കുറിച്ച് സംസാരിക്കുക, മറ്റവർക്ക് വേണ്ടി മറ്റവർക്ക് വേണ്ടി സഹായിക്കാം. അത് സേവയിൽ വരും, അത് സർവീസിൽ വരും. മറ്റവർക്ക് വേണ്ടി സഹായിക്കാം, അത് വേറെ കാര്യം. മറ്റവരുടെ കാര്യത്തിൽ മൂക്ക് നുഴയ്ക്കുക, വേണ്ടാത്ത കാര്യത്തിലൊക്കെ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യുക, അവരെക്കുറിച്ച് കുറ്റം പറയുക, ഇവിടുത്തെ കാര്യം അവിടെ പൊക്കിക്കൊണ്ട് പോവുക, അവിടുത്തെ കാര്യം ഇവിടെ പറയുക, ഈ ഗോസിപ്പ്, ഇതൊന്നും നമുക്കിനിയില്ല. അപ്പം നമ്മൾ കർമ്മയോഗിയായിട്ട് ജീവിക്കാനാണ് ഇനി നമ്മൾ. കർമ്മയോഗി എന്ന് വെച്ചാൽ നമ്മുടെ കടമയെ ചെയ്യുക. നമുക്ക് വിധിക്കപ്പെട്ടത് നമ്മൾ ചെയ്യുക, നമുക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചെയ്യുക. ചെയ്യുമ്പോഴും അവയർനെസ്സോടെ 100% മൈൻഡ്ഫുൾനെസ്സോടെ ചെയ്യുക. അപ്പം നമ്മൾ തന്നെയാണ് കർമ്മയോഗി. അങ്ങനെ ഒരു നല്ല ഒരു സമയം നമുക്ക് വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുക. ഓക്കെ.